അക്കാദമിയുടെ GK ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ എന്നുള്ള ടോപ്പിക്കുകൾ തുടങ്ങി ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പഠിച്ച് കുറച്ചായി അല്ലേ, പകുതി പോയിന്റുകൾ നമ്മൾ പഠിച്ചു. നമുക്ക് അദ്ദേഹത്തെ കുറിച്ചുള്ള ബാക്കി പോയിന്റുകൾ നോക്കാം. എന്തൊക്കെയാണ് അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചതെന്നൊക്കെ എല്ലാവർക്കും ഓർമ്മയില്ലേ? അപ്പോൾ കണ്ടിന്യൂ ചെയ്യാലോ. ഓക്കെ, 1952 കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ച സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റു ആയിരുന്നു. 1952 കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഇന്ത്യയിൽ ആരംഭിച്ചത്. അപ്പോൾ ആ പോയിന്റ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഇന്ത്യയിൽ ആരംഭിച്ച വർഷം ഏതാണ്? 1952 അപ്പോൾ ആ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റു ആണ്. ഓക്കെ, പഞ്ചശീല തത്വങ്ങളിൽ ചൈനയിലെ ചൗ എൻലായിയുമായി പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത് നെഹ്റുവും ചൈനയിലെ ചൗ എൻലായും കൂടിയാണ്. അപ്പോൾ പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ആരുടെ കൂടിയാണ് ഒപ്പുവെച്ചത്? ചൈനീസ് പ്രൈം മിനിസ്റ്റർ ചൗ എൻലായുമായിട്ടാണ് പഞ്ചശീല തത്വങ്ങളിൽ നെഹ്റു ഒപ്പുവെച്ചത്. ഏതു വർഷം? 1954 പഞ്ചശീല തത്വങ്ങളിൽ നെഹ്റുവും ചൗ എൻലായും ഒപ്പുവെച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചൗ എൻലായുമായിട്ട് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, 1954. അല്ലെങ്കിൽ ചോദിക്കാൻ, നെഹ്റു പഞ്ചശീല തത്വങ്ങൾ ഒപ്പിട്ടത് ആരുമായാണ്? ചൈനയിലെ ചൗ എൻലായുമായിട്ടാണ് നെഹ്റു പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. അതിന് മുൻപ് പറഞ്ഞ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഇന്ത്യയിൽ ആരംഭിച്ച വർഷം, അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്, 1952. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം, പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പഞ്ചായത്തി രാജ് നിയമം അല്ലാട്ടോ പറയുന്നത്. പഞ്ചായത്തി രാജ് നിയമം വേറെയാണ്, പഞ്ചായത്തി രാജ് സംവിധാനം വേറെയാണ്. പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. വർഷം 1959. പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയും ജവഹർലാൽ നെഹ്റു തന്നെയാണ്. അപ്പോൾ പഞ്ചായത്തി രാജ് സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റു ആണ്. വർഷം ഏതായിരുന്നു? 1959. പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. 1962 ഇന്ത്യ ചൈന യുദ്ധം നടന്നപ്പോഴത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റു ആയിരുന്നു. അപ്പോൾ 62 ഇന്ത്യ ചൈന യുദ്ധം നടന്നു. ഈ യുദ്ധത്തെ തുടർന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടു. 1962 ഒക്ടോബർ 26 ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അതിന്റെ കാരണം എന്തായിരുന്നു? ഇന്ത്യ ചൈന യുദ്ധമായിരുന്നു കാരണം. അപ്പോൾ 1962 ഇന്ത്യ ചൈന യുദ്ധത്തെ തുടർന്ന് ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ആ സമയത്തെ പ്രൈം മിനിസ്റ്റർ നെഹ്റുവും പ്രസിഡന്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണനുമായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ആ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? നെഹ്റു ആണ്. എന്തായിരുന്നു ഒന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണം? ഇന്ത്യ ചൈന യുദ്ധം. എന്നാ പ്രഖ്യാപിച്ചത്? 1962 ഒക്ടോബർ 26. ദേശീയ അടിയന്തരാവസ്ഥയൊക്കെ പഠിക്കുക സെപ്പറേറ്റ്. എന്നാലും നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ടോപ്പിക് പഠിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കിട്ടുന്ന പോയിന്റുകളൊക്കെ സ്വരുക്കൂട്ടി വയ്ക്കാം. ഓക്കെ, അപ്പോൾ 1962 ഇന്ത്യ ചൈന യുദ്ധം നടന്നപ്പോഴത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റു ആയിരുന്നു. ഈ യുദ്ധത്തെ തുടർന്ന് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടു. ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. എന്നാണ് 1962 ഒക്ടോബർ 26. പിന്നെ നമ്മളിത് തുടക്കത്തിൽ പറഞ്ഞൊരു പോയിന്റാണ്, ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നു. ക്യാബിനറ്റ് മിഷന്റെ ശുപാർശയോടുകൂടി ഇന്ത്യയിൽ ആദ്യമായി ഇടക്കാല മന്ത്രിസഭ രൂപീകരിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഇടക്കാല മന്ത്രിസഭ രൂപീകരിച്ചപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു നെഹ്റു. അപ്പൊ നെഹ്റുവിനെ കുറിച്ചുള്ള പോയിന്റ് ആയതോടെ ഞാൻ ഒന്നുകൊണ്ട് കൊണ്ടുവന്നേ ഉള്ളൂ. 1946 സെപ്റ്റംബർ 2 രൂപീകൃതമായ ഇടക്കാല മന്ത്രിസഭയിലെ വൈസ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റുകൾ ഒന്നുകൂടി റിവ്യൂ ചെയ്യാം നമുക്ക്. 1952 കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ച സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. അടുത്തത് 1954 ചൈനയിലെ ചൗ എൻലായുമായി പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. പഞ്ചായത്തി രാജ് സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി. വർഷം 1959. പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. 1962 ഇന്ത്യ ചൈന യുദ്ധം നടന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റു ആണ്. ഈ യുദ്ധത്തെ തുടർന്നാണ് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പ്രഖ്യാപിച്ചത്. 1962 ഒക്ടോബർ 26. 1946 സെപ്റ്റംബർ 2 രൂപീകൃതമായ ഇടക്കാല മന്ത്രിസഭയിൽ വൈസ് പ്രസിഡന്റ് പദവിയായിരുന്നു നെഹ്റുവിന്. ഇപ്പൊ ഇത്രയും പോയിന്റുകൾ കിട്ടിയല്ലോ. അടുത്തത് നോക്കാം. നെഹ്റുവിന്റെ പ്രധാനപ്പെട്ട ഒരു ക്വാട്ട് എന്താണെന്ന്. ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെഴുന്നേൽക്കുന്നു എന്ന് പറഞ്ഞത് നെഹ്റുവാണ്. ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെണിക്കുന്നു എന്ന് പറഞ്ഞ വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു.
ഓക്കെ, ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെഴുന്നേൽക്കുന്നു എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? ജവഹർലാൽ നെഹ്റു. അദ്ദേഹം ആരംഭിച്ച പത്രമാണ് നാഷണൽ ഹെറാൾഡ്. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത്. അദ്ദേഹത്തിന്റെ ബുക്സ് എന്തൊക്കെയാണ്? അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഓട്ടോബയോഗ്രഫി. ആത്മകഥ, ഓട്ടോബയോഗ്രഫി. പിന്നെ ഈ ബുക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുണ്ടാവും. ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ. നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്തുകൾ, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം, ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന പുസ്തകം ആരുടെയാണ്? നെഹ്റുവിന്റെയാണ്. ലോക ചരിത്രാവലോകനം, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, ലോക ചരിത്രാവലോകനം എന്ന പുസ്തകം എഴുതിയത് നെഹ്റുവാണ്. ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകം എഴുതിയത് നെഹ്റുവാണ്. അപ്പൊ നെഹ്റു ആരംഭിച്ച പത്രം ഏതാണ്? നാഷണൽ ഹെറാൾഡ്. ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ, ലോക ചരിത്രാവലോകനം, ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകങ്ങൾ എഴുതിയത് നെഹ്റുവാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എൻ ഓട്ടോബയോഗ്രഫി. കിട്ടിയോ? നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെയാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, അതായത് ലോക ചരിത്രാവലോകനം. LD ബേസ്ഡ് എക്സാം ആകുമ്പോൾ മലയാളത്തിൽ വരും ലോക ചരിത്രാവലോകനം. ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഇന്ത്യയെ കണ്ടെത്തൽ, ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹത്തിന്റെ ആത്മകഥ എന്താണ്? ഓട്ടോബയോഗ്രഫി. നാഷണൽ ഹെറാൾഡ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഓർത്ത് വെക്കണം. സ്വാതന്ത്ര്യത്തിന്റെ തലേന്ന് അർദ്ധരാത്രി നെഹ്റു ചെങ്കോട്ടയിൽ വെച്ച് നടത്തിയ പ്രസംഗം അറിയപ്പെടുന്ന പേരാണ് ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. സ്വാതന്ത്ര്യത്തിന്റെ തലേന്ന് അർദ്ധരാത്രി നെഹ്റു ചെങ്കോട്ടയിൽ വെച്ച് നടത്തിയ പ്രസംഗമാണ് ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. ഓക്കെ, അദ്ദേഹം മണിപ്പൂരിനെ വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ രത്നം എന്നാണ്. ജ്വൽ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ചത്, മണിപ്പൂരിനെ ഇന്ത്യയുടെ രത്നം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിലെ അണക്കെട്ടുകളെ അദ്ദേഹം ആധുനിക ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ചു. ഇന്ത്യയിലെ അണക്കെട്ടുകൾ അദ്ദേഹം എന്ന് വിശേഷിപ്പിച്ച് ആധുനിക ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ചു. കാശ്മീരിനെ ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നെഹ്റു. മുഗൾ ഭരണാധികാരി ജഹാംഗീറാണ്. കാശ്മീരിനെ ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റു. മുഗൾ ഭരണാധികാരി ആരാണ്? ജഹാംഗീറുമാണ്. നെഹ്റുവിന്റെ റെസ്റ്റിംഗ് പ്ലേസ് ശാന്തിവനം. നെഹ്റുവിന്റെ സമാധി സ്ഥലം, അന്ത്യവിശ്രമ സ്ഥലം ഏതാണ്? ശാന്തിവനമാണ്. അദ്ദേഹത്തെ അപ്പോൾ നമ്മൾ ആലോചിച്ചാൽ മതി, ഇങ്ങനെ ആലോചിച്ചാൽ മതി. നെഹ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള, കുട്ടികൾക്ക് വളരെ ശാന്തമായിട്ട് കൈകാര്യം ചെയ്യാവുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ഒരുപാട് ശാന്തി സമാധാനമൊക്കെ ഫേസിൽ തോന്നുന്ന ഒരു വ്യക്തിയാണെന്ന് ആലോചിച്ച് ശാന്തിവനം കിട്ടും കേട്ടോ. അപ്പോൾ നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലം ഏതാണ്? ശാന്തിവനം. സ്വാതന്ത്ര്യത്തിന്റെ തലേന്ന് അർദ്ധരാത്രി നെഹ്റു ചെങ്കോട്ടയിൽ വെച്ച് നടത്തിയ പ്രസംഗമാണ് ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. മണിപ്പൂരിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് ജ്വൽ ഓഫ് ഇന്ത്യ എന്നാണ്, ഇന്ത്യയുടെ രത്നം എന്നാണ്. ഇന്ത്യയിലെ ഡാമുകളെ ആധുനിക ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ചു. കാശ്മീരിനെ ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റു. മുഗൾ ഭരണാധികാരി ജഹാംഗീറുമാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ റെസ്റ്റിംഗ് പ്ലേസ് ശാന്തിവനം. നമുക്ക് നെഹ്റുവിനെ കുറിച്ച് നമ്മൾ പഠിച്ച പോയിന്റുകളൊന്ന് റിവ്യൂ ചെയ്യാം. അദ്ദേഹം 1947 മുതൽ 64 വരെയായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി പദവി വഹിച്ചിരുന്നത്. അദ്ദേഹം ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ലോകത്തിലെ ആദ്യ പ്രധാനമന്ത്രി ആരാണ്? ലോകത്തിലെ ആദ്യ പ്രധാനമന്ത്രി റോബർട്ട് വാൾപോൾ ആണ്. വാൾ പിടിച്ച് നിൽക്കുന്ന ഒരാളാണെന്ന് ചിന്തിച്ച് വെച്ചാൽ മതി. വാൾ എന്നുള്ളൊരു പേര് കണ്ടാൽ ഓർമ്മ വരും. ലോകത്തിലെ ആദ്യ പ്രധാനമന്ത്രി ആരാണ്? റോബർട്ട് വാൾപോൾ, ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആണ്. അപ്പോൾ ലോകത്തിലെ ആദ്യ പ്രധാനമന്ത്രി റോബർട്ട് വാൾപോൾ, ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. 47 മുതൽ 64 വരെ കാലഘട്ടം. അദ്ദേഹം എന്തൊക്കെ പേരിൽ അറിയപ്പെട്ടിരുന്നു? ചാച്ചാജി, ഋതുരാജൻ, ആധുനിക ഇന്ത്യയുടെ ശില്പി, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി, ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി, ഭയത്തിന്റെയും വെറുപ്പിന്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് വിശേഷിപ്പിച്ചു ആര്? വിൻസ്റ്റൺ ചർച്ചിൽ. ഋതുരാജൻ എന്ന ടാഗോർ ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമിയെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു. അദ്ദേഹത്തിന്റെ തൊഴിൽനാമം എന്തായിരുന്നു? ചാണക്യ. പിന്നെ ആദ്യ പ്രധാനമന്ത്രി ഏതാണ്? തപാൽ സ്റ്റാമ്പ്, നാണയം എന്നിവയിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. കേരളത്തിലെ ആദ്യ മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി. ഔഷധ പ്രമേയത്തെ നേരിട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. ഭാരതരത്ന ലഭിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. പദവിയിലേക്ക് അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. പിന്നെ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ, നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി, നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ എന്നിവയുടെ ആദ്യ ചെയർമാനായിരുന്നു അദ്ദേഹം. അത്രയും പോയിന്റുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. പിന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിച്ചു? 1952 കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം നിലവിൽ വന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. പഞ്ചശീല തത്വങ്ങളിൽ ചൈനയിലെ ചൗ എൻലായുമായി 1954 ഒപ്പുവെച്ചത് നെഹ്റുവാണ്. 1959 പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നപ്പോഴത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. പഞ്ചായത്ത് രാജ് എന്ന പദം ഇൻട്രൊഡ്യൂസ് ചെയ്തത് അദ്ദേഹമാണ്, സജസ്റ്റ് ചെയ്ത് നിർദ്ദേശിച്ചത് അദ്ദേഹമാണ്. 1962 ഇന്ത്യ ചൈന യുദ്ധ സമയത്തെ പ്രധാനമന്ത്രി നെഹ്റുവാണ്.
ഇതേ തുടർന്ന് ആദ്യമായിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടു. 62 ഒക്ടോബർ 26-ന് അന്നത്തെ പ്രസിഡന്റായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. 1946 സെപ്റ്റംബർ 2-ന് ഇന്ത്യയിൽ ആദ്യമായി ഇടക്കാല മന്ത്രിസഭ രൂപം കൊണ്ടു. അതിൽ വൈസ് പ്രസിഡന്റ് പദവി വഹിച്ചിരുന്നത് നെഹ്റുവാണ്. അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട കോട്ടാണ് ഒരു രാജ്യം ഉറങ്ങിക്കിടക്കും, ഒരു രാജ്യം മുഴുവൻ ഉറങ്ങുമ്പോൾ, ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെഴുന്നേൽക്കുന്നു. ക്ഷമിക്കണം, പെട്ടെന്നൊരു മറവി വന്നു. ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെഴുന്നേൽക്കുന്നു എന്ന് പറഞ്ഞതാരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ പത്രമാണ് നാഷണൽ ഹെറാൾഡ്. അദ്ദേഹം ആരംഭിച്ച ബുക്സ് ആണ്, അദ്ദേഹത്തിന്റെ ബുക്സ് എന്തൊക്കെയാണ്? ഓട്ടോബയോഗ്രഫി എന്നുള്ള പുസ്തകം, അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ, ലോക ചരിത്രാവലോകനം, ഇന്ത്യയെ കണ്ടെത്തൽ എന്നീ പുസ്തകങ്ങൾ എഴുതിയതാരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. സ്വാതന്ത്ര്യത്തിന്റെ തലേന്ന് അർദ്ധരാത്രി അദ്ദേഹം ചെങ്കോട്ടയിൽ വെച്ച് നടത്തിയ പ്രസംഗം ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. അദ്ദേഹം മണിപ്പൂരിനെ വിശേഷിപ്പിച്ചത് ജ്വൽ ഓഫ് ഇന്ത്യ, ഡാമുകളെ ആധുനിക ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ, കാശ്മീരിനെ ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിച്ചു. അദ്ദേഹത്തിന്റെ റെസ്റ്റിംഗ് പ്ലേസ് എവിടെയാ? ശാന്തിവനം. അപ്പൊ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് നമുക്ക് ഒരുവിധം പോയിന്റുകൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മോഡേൺ ഇന്ത്യ അങ്ങനെയുള്ള പാർട്ടുകളൊക്കെ പഠിക്കുമ്പോൾ ഓരോ പോയിന്റുകൾ ആൾക്ക് കിട്ടും നമുക്ക് കേട്ടോ. നെഹ്റുവിനെ കുറിച്ച് എല്ലാം കംപ്ലീറ്റ് അങ്ങനെ ചില പോയിന്റുകളുണ്ട്. സ്റ്റേറ്റ്സ് ഒക്കെ എടുക്കുമ്പോൾ ചില പോയിന്റുകൾ പറയാനുണ്ട്, അത് അവിടെ പറയാം. ആസ് എ നാഷണൽ ലീഡർ ആൻഡ് ആസ് എ പ്രൈം മിനിസ്റ്റർ കുറേ പോയിന്റുകൾ നമ്മളിവിടെ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എളുപ്പമാണ് പഠിക്കാൻ. ഒത്തിരി പോയിന്റുകൾ ഉണ്ടെങ്കിലും നമുക്കത് ഓർത്ത് വെച്ച് പഠിക്കാൻ പറ്റും, എളുപ്പമാണ്. ഇനി അടുത്ത പ്രൈം മിനിസ്റ്റർ നോക്കാം. 1964 ജവഹർലാൽ നെഹ്റു അന്തരിച്ചപ്പോൾ ഒരു ആക്ടിംഗ് പ്രൈം മിനിസ്റ്ററെ നിയമിച്ചു. അദ്ദേഹം അന്തരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പകരക്കാരനായിട്ട് ഒരു ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ വന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരാണ് ഗുൽസാരിലാൽ നന്ദ. ഗുൽസാരിലാൽ നന്ദ ഇന്ത്യയുടെ ഏക ആക്ടിംഗ് പ്രൈം മിനിസ്റ്ററാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 പോയിന്റാണ് അദ്ദേഹത്തെ കുറിച്ച് ചോദിക്കാറ്, മാറി ചോദിക്കാറുണ്ട്. ഇന്ത്യയുടെ ഏക ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ഗുൽസാരിലാൽ നന്ദയാണ്. അദ്ദേഹം 2 തവണ ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ട്. ഒന്ന് നെഹ്റു മരിച്ചപ്പോഴും അതിനുശേഷം ഇപ്പോൾ തുടർന്ന് വരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി മരിച്ചപ്പോഴും ഗുൽസാരിലാൽ നന്ദയായിരുന്നു ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ. 2 തവണ ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ട്. ഓൺലി ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ആയ ഏക വ്യക്തിയാണ് ഗുൽസാരിലാൽ നന്ദ. പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷനാണ് അദ്ദേഹം. പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷനാണ് ഗുൽസാരിലാൽ നന്ദ. ഈ 2 വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ, അതോടൊപ്പം എന്താണ് ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ആയ ഏക വ്യക്തി ആരാണ്? ഗുൽസാരിലാൽ നന്ദ. അദ്ദേഹത്തിന് 1997 ഭാരതരത്ന ലഭിച്ചു. അദ്ദേഹത്തിന് ഭാരതരത്ന ലഭിച്ച വർഷം ഏതാണ്? 97 അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം നാരായൺഗഡ്. നന്ദ നാരായൺ അങ്ങനെ കുറച്ച് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നാരായൺഗഡ് കിട്ടും. നന്ദയുടെ റെസ്റ്റിംഗ് പ്ലേസ് എവിടെയാണ്? നാരായൺഗഡ്. അപ്പോൾ ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ആയ ഏക വ്യക്തിയാണ് ഗുൽസാരിലാൽ നന്ദ. പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷനാണ്. 97 ഭാരതരത്ന ലഭിച്ചു. അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം നാരായൺഗഡ്. ഇത്രയും പഠിക്കാനുള്ള അവിടെ. ഓക്കെ, അപ്പോൾ വളരെ എളുപ്പമാണ്, പക്ഷെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഗുൽസാരിലാൽ നന്ദയെ കുറിച്ചുള്ള പോയിന്റുകൾ. അടുത്തത് ലാൽ ബഹദൂർ ശാസ്ത്രി. അപ്പോൾ അദ്ദേഹം ആക്ടിംഗ് പ്രൈം മിനിസ്റ്ററായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ പുതിയൊരു പ്രധാനമന്ത്രിയായിട്ട് നിയമിതനായ ലാൽ ബഹദൂർ ശാസ്ത്രി നിയമിതനായി. 1964 മുതൽ 66 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. 64 മുതൽ 66 വരെയാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കാലഘട്ടം. സമാധാനത്തിന്റെ ആൾരൂപം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. അദ്ദേഹത്തിന്റെ ഫോട്ടോസ് ഒക്കെ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടിയാൽ അറിയാം. വളരെ ചൈൽഡിഷ് ആയിട്ടുള്ള ഫേസ് ആണ്, കുട്ടിത്തം നിറഞ്ഞൊരു മുഖമാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ. സമാധാനത്തിന്റെ ആൾരൂപം എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. ഗാന്ധിജിയെ കൂടാതെ ഒക്ടോബർ 2 ജന്മദിനമായ രാഷ്ട്രീയ നേതാവും. അപ്പൊ സമാധാനത്തിന്റെ വലിയൊരു ആൾരൂപമാണ് ആര്? ഗാന്ധിജിയിലെ അഹിംസ ആയുധമായി കൊണ്ട് നടന്ന ഗാന്ധിജി. അപ്പൊ അതേപോലെ തന്നെ സമാധാനത്തിന്റെ മറ്റൊരാൾ രൂപം ജനിച്ചത് ഒരേ ദിവസമാണ് എന്നാണ്. ഒക്ടോബർ 2-നാണ്. 2 ഡേറ്റ് ഓഫ് ബർത്ത് ഒക്ടോബർ 2. അപ്പൊ സമാധാനത്തിന്റെ ആൾരൂപം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. ഗാന്ധിജിയെ കൂടാതെ ഒക്ടോബർ 2 ജന്മദിനമായ രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം 20-ാം നൂറ്റാണ്ടിൽ ജനിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. 1901 മുതൽ 2000 വരെയുള്ള കാലഘട്ടമാണ് 20-ാം നൂറ്റാണ്ടിൽ. അദ്ദേഹം ജനിച്ച 1904-ലാണ്. 20-ാം നൂറ്റാണ്ടിൽ ജനിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി. സമാധാനത്തിന്റെ ആൾരൂപം എന്നറിയപ്പെടുന്നു. ഗാന്ധിജിയെ കൂടാതെ ഒക്ടോബർ 2 ജന്മദിനമായ രാഷ്ട്രീയ നേതാവ്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി. 20-ാം നൂറ്റാണ്ടിൽ ജനിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി.
1965 ഇന്ത്യ പാക് യുദ്ധം നടന്നപ്പോഴത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയായിരുന്നു. അപ്പൊ 62-ല് ആരായിരുന്നു? ഇന്ത്യ ചൈന യുദ്ധം നടന്നപ്പോൾ ആരായിരുന്നു? നെഹ്റു ആയിരുന്നു. 65-ല് ഇന്ത്യ പാക് യുദ്ധം നടന്നപ്പോൾ പ്രധാനമന്ത്രിയായിരുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ഈ യുദ്ധത്തെ തുടർന്ന് പിന്നീട് ഒരു സമാധാന ചർച്ച നടന്നു. അത് ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമായ തഷ്കന്റിൽ വെച്ചിട്ടാണ് സമാധാന കരാർ ഒപ്പിട്ടത്. അപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാർ ഒപ്പിട്ടത് ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമായ തഷ്കന്റിൽ വെച്ചാണ്. ഞാൻ പ്രത്യേകം ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് PSC ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ്. തഷ്കന്റ് ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ്? ഉസ്ബെക്കിസ്ഥാന്റെയാണ്. ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനം തഷ്കന്റിൽ വെച്ചിട്ടാണ് കരാർ ഒപ്പിട്ടത്. അപ്പൊ 65-ൽ ഇന്ത്യ പാക് യുദ്ധം നടന്നു. ആ യുദ്ധത്തിന് അന്ത്യം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു സമാധാന കരാർ ഒപ്പിട്ടു ഇന്ത്യയും പാകിസ്ഥാനും കൂടിയിട്ട്. അത് എവിടെ വെച്ചിട്ടായിരുന്നു? ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമായ തഷ്കന്റിൽ വെച്ചിട്ടായിരുന്നു സമാധാന കരാർ ഒപ്പിട്ടത്. ആ കരാർ അറിയപ്പെടുന്ന പേരാണ് തഷ്കന്റ് കരാർ. അപ്പൊ 65-ലെ യുദ്ധം 66 ജനുവരി 10-ന് തഷ്കന്റ് കരാർ ഒപ്പുവെച്ചു. ആരൊക്കെ കൂടി? ലാൽ ബഹാദൂർ ശാസ്ത്രിയും പാക് പ്രസിഡന്റ് അയൂബ് ഖാനും കൂടിയിട്ടാണ് സമാധാന കരാർ ഒപ്പിട്ടത്. 65-ലെ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി 66 ജനുവരി 10-ന് താഷ്കന്റിൽ വെച്ച് പാക് പ്രസിഡന്റ് അയൂബ് ഖാനുമായിട്ട് സമാധാന കരാർ ഒപ്പിട്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ്. ഇതിന് മീഡിയേറ്റർ ഉണ്ടായിരുന്നു. അത് കോസിഗിനാണ്. സോവിയറ്റ് യൂണിയൻ പ്രസിഡന്റ് ആയിരുന്ന കോസിഗിനാണ് മീഡിയേറ്റർ ആയിരുന്നത്. മധ്യസ്ഥം വഹിച്ചതാരാണ്? സോവിയറ്റ് യൂണിയൻ പ്രസിഡന്റ് ആയിരുന്ന കോസിഗിൻ. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. 65-ൽ ഇന്ത്യ പാക് യുദ്ധം, 66 സമാധാന കരാർ ഒപ്പിട്ടു. എവിടെ വെച്ച്? തഷ്കന്റിൽ വെച്ചിട്ട്. ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമായ തഷ്കന്റിൽ വെച്ച് 66 ജനുവരി 10-ന് സമാധാന കരാർ ഒപ്പിട്ടു. ആരൊക്കെ കൂടി? ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയും പാക് പ്രസിഡന്റ് അയൂബ് ഖാനുമായിട്ട്. പിന്നെ ആരായിരുന്നു മീഡിയേറ്റർ? സോവിയറ്റ് യൂണിയൻ പ്രസിഡന്റ് ആയിരുന്ന കോസിഗിൻ ആയിരുന്നു മീഡിയേറ്റർ. അപ്പൊ അത് കിട്ടിയില്ലേ? 66 ജനുവരി 10-ന് കരാർ ഒപ്പിട്ട് 66 ജനുവരി 11-ന് ഇദ്ദേഹം തഷ്കന്റിൽ വെച്ച് മരിച്ചു. അപ്പൊ വിദേശത്ത് വെച്ച് അന്തരിച്ച ഏക ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹാദൂർ ശാസ്ത്രി. അപ്പോൾ ഈ തഷ്കന്റ് കരാർ ഒപ്പുവെച്ച് പിറ്റേ ദിവസം അദ്ദേഹം തഷ്കന്റിൽ വെച്ച് മരണപ്പെടുകയാണ് ഉണ്ടായത്. 66 ജനുവരി 11-നാണ് മരിച്ചത്. അപ്പോൾ വിദേശത്ത് വെച്ച് അന്തരിച്ച ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ്. മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്ന ലഭിച്ച ആദ്യ വ്യക്തിയാണ് ലാൽ ബഹാദൂർ ശാസ്ത്രി. അപ്പോൾ അദ്ദേഹത്തിന് 66-ല് ഭാരതരത്ന ലഭിച്ചു. മരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഭാരതരത്ന ലഭിക്കുന്നത്. മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ്. അപ്പോൾ കരാറുമായി ബന്ധപ്പെട്ട് ആ യുദ്ധം തുടങ്ങിയപ്പോൾ ഉള്ള കാര്യങ്ങൾ നമ്മളൊരു കഥ പോലെ പറഞ്ഞു. 65-ലെ യുദ്ധം, ഇന്ത്യ പാക് യുദ്ധം. 66 ജനുവരി 10-ന് സമാധാന കരാർ ഒപ്പിട്ടു പാക് പ്രസിഡന്റ് അയൂബ് ഖാനും ലാൽ ബഹാദൂർ ശാസ്ത്രിയുമായിട്ട്. മീഡിയേറ്റർ ആയിരുന്നത് സോവിയറ്റ് യൂണിയൻ പ്രസിഡന്റ് ആയിരുന്ന കോസിഗിനാണ്. എവിടെ വെച്ചിട്ടായിരുന്നു? ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമായ തഷ്കന്റിൽ വെച്ചിട്ടായിരുന്നു. 66 ജനുവരി 10-ന് കരാർ ഒപ്പിട്ട് 66 ജനുവരി 11-ന് ഇദ്ദേഹം മരിച്ചു. അപ്പൊ വിദേശത്ത് വെച്ച് അന്തരിച്ച ഏക ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. മരണാനന്തര ബഹുമതി ഭാരതരത്ന ലഭിച്ച ആദ്യ വ്യക്തിയാണ് ലാൽ ബഹാദൂർ ശാസ്ത്രി. അത്രയും കിട്ടിയില്ലേ? അപ്പൊ ഇദ്ദേഹം ഒപ്പിട്ട ആ കരാർ, തഷ്കന്റ് കരാർ അറിയപ്പെടുന്ന പേരാണ് ഒരു കൊച്ചു കുരുവിയുടെ അവസാന വിജയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കരാറാണ് തഷ്കന്റ് കരാർ. അപ്പോൾ ഒരു കൊച്ചുകുരുവി എന്ന് ഇദ്ദേഹത്തെയാണ് ലാൽ ബഹാദൂർ ശാസ്ത്രിയെ വിശേഷിപ്പിക്കുന്നു. ഒരു കൊച്ചുകുരുവിയുടെ അവസാന വിജയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കരാർ ഏതാണ്? തഷ്കന്റ് കരാറാണ്. ആ തഷ്കന്റ് കരാർ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ലാൽ ബഹാദൂർ ശാസ്ത്രി. അദ്ദേഹത്തിന് അന്ത്യവിശ്രമ സ്ഥലം വിജയ്ഘട്ടാണ്. നമുക്ക് ഈ ഒരു കൊച്ചുകുരുവിയുടെ അവസാന വിജയം ഇല്ലല്ലേ അവസാനിക്കുന്നത്? ഒരു കൊച്ചുകുരുവിയുടെ അവസാന വിജയം. അപ്പൊ അദ്ദേഹത്തിന് അന്ത്യവിശ്രമ സ്ഥലം ആ വിജയത്തിൽ നിന്ന് എടുക്കാം. വിജയ്ഘട്ടാണ് ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ അന്ത്യവിശ്രമ സ്ഥലം. അപ്പോൾ ഇതൊക്കെ കിട്ടി. ഒരു കൊച്ചുകുരുവിയുടെ അവസാന വിജയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കരാർ തഷ്കന്റ് കരാർ. അത് ഒപ്പിട്ട ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ അന്ത്യവിശ്രമ സ്ഥലം അറിയപ്പെടുന്ന പേരെന്താ? വിജയ്ഘട്ട്. ലാൽ ബഹാദൂർ ശാസ്ത്രി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ആസ്ഥാനം വാരണാസിയാണ്. ലാൽ ബഹാദൂർ ശാസ്ത്രി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ആസ്ഥാനം ഏതാണ്? വാരണാസി. നമുക്ക് പറഞ്ഞ പോയിന്റുകളൊക്കെ നോക്കാം. ഗുൽസാരിലാൽ നന്ദ ഫസ്റ്റ് ആൻഡ് ഓൺലി ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏക ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ആണ് അദ്ദേഹം. പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷനാണ്. 97-ൽ ഭാരതരത്ന ലഭിച്ചു. അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം നാരായൺഘട്ട്. ലാൽ ബഹാദൂർ ശാസ്ത്രി 64 മുതൽ 66 വരെയായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി പദവി വഹിച്ചിരുന്നത്. അദ്ദേഹം സമാധാനത്തിന്റെ ആരൂപം എന്നറിയപ്പെടുന്നു. ഗാന്ധിജിയെ കൂടാതെ ഒക്ടോബർ 2 ജന്മദിനമായ രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണത്. ഗാന്ധിജി കൂടാതെ ഒക്ടോബർ 2 ജന്മദിനമായ രാഷ്ട്രീയ നേതാവ്, 20-ാം നൂറ്റാണ്ടിൽ ജനിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി.
65 ഇന്ത്യ പാക് യുദ്ധം നടന്നപ്പോഴത്തെ പ്രധാനമന്ത്രിയായിരുന്നു. ഈ യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് 66 ജനുവരി 10-ന് ലാൽ ബഹദൂർ ശാസ്ത്രിയും പാക് പ്രസിഡന്റ് അയൂബ് ഖാനുമായിട്ട് ഒരു സമാധാന കരാർ ഒപ്പിട്ടു. എവിടെ വെച്ച്? ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമായ തഷ്കന്റിൽ വെച്ച് ഈ കരാർ ഒപ്പിട്ടതിന് ശേഷം, തഷ്കന്റ് കരാറാണത്, തഷ്കന്റ് കരാർ എന്നാണ് അറിയപ്പെടുന്നത്. ഈ കരാർ ഒപ്പിട്ടതിനെ പിറ്റേന്ന് അദ്ദേഹം തഷ്കന്റിൽ വെച്ച് മരണപ്പെടുകയാണ് ഉണ്ടായത്. വിദേശത്ത് വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ച ആദ്യത്തെ വ്യക്തിയുമാണ് അദ്ദേഹം. 66-ലാണ് അദ്ദേഹത്തിന് ഭാരതരത്ന ലഭിക്കുന്നത്. ദെൻ ആരായിരുന്നു തഷ്കന്റ് കരാറിന് മീഡിയേറ്റർ? ഉസ്ബെക്കിസ്ഥാന്റെ സോവിയറ്റ് യൂണിയൻ പ്രസിഡന്റായിരുന്ന കോസിഗിനാണ് മീഡിയേറ്റർ ആയിരുന്നത്. ദെൻ എന്ത് പേരിലാണ് ആ കരാർ അറിയപ്പെടുന്നത്? ഒരു കൊച്ചു കുരുവിയുടെ അവസാന വിജയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കരാറാണ് തഷ്കന്റ് കരാർ. ഏതാണ് അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം? വിജയ്ഘട്ട്. ദെൻ ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ആസ്ഥാനം എവിടെയാണ്? വാരണാസിയിലാണ്. ഇതൊക്കെയാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയെ കുറിച്ചുള്ള പോയിന്റുകൾ. നമുക്കിനി അടുത്തൊരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നോക്കാം അടുത്ത സെഷനിൽ.